വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ കാലിക്കറ്റ് പോവാണ്. എനിക്കൊരു ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. അപ്പൊ കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. ഇന്ന് നമ്മൾ കാലിക്കറ്റ് വീട്ടിൽ സ്റ്റേ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് വേറെ ചെറിയ ചെറിയ പരിപാടീസ് ഒക്കെ ഉണ്ട്. കുറച്ച് ഷോപ്പിംഗ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. അതുപോലെ തന്നെ നാളെ സാജ വരികയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് കാലിക്കറ്റ് സ്റ്റേ ചെയ്യുന്നത്. നമ്മുടെ കാലിക്കറ്റുള്ള വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് നമ്മൾ മോർണിംഗ് സാജിനെ പോയിട്ട് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്നതായിരിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഞാനിപ്പം പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. അപ്പം വലിയ റെഡി ആവലും കാര്യങ്ങളൊന്നുമില്ല. ജസ്റ്റ് ഐബ്രോസ് ഫില്ല് ചെയ്യുക. സ്കിൻ കെയർ ഒക്കെ കഴിഞ്ഞതാണ്. ഐബ്രോസ് ഫില്ല് ചെയ്യണം. പിന്നെ ലിപ്സ്റ്റിക്കും ഇടുക. അതൊക്കെ. എൻ്റെ ലിപ്പ് ഇതുവരെ ഇവിടെ സെറ്റാക്കിയില്ല. ഇന്നലെ രാത്രി ഞാൻ പോയിട്ട് കാണിച്ചിരുന്നു. അപ്പം ഡോക്ടർ പറഞ്ഞത് അത് ബോഡി തന്നെ ഹീലാവും, വെറുതെ മെഡിസിൻസ് ഒന്നും എടുക്കണ്ടെന്നാണ്. സോ ഞാൻ എൻ്റെ ബോഡിക്ക് തന്നെ കൊടുത്തിരിക്കുകയാണ്. കുറച്ച് വെയിറ്റ് ചെയ്താൽ അതൊന്ന് ഹീലാവുന്ന പറഞ്ഞത്. നാട്ടിൽ വന്നേ പിന്നെ ഞാൻ പ്രോപ്പറായിട്ട് സ്കിൻ കെയർ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. എനിക്കെല്ലാം ഒന്ന് സെറ്റാക്കി എടുക്കണം. കണ്ണ് എഴുതി കൊടുക്കും. ഇത് പിന്നെ സ്വിസ് ബ്യൂട്ടിയുടെ ഒരു പെൻ പോലത്തെ ഒരു ഐലൈനറാണ്. ഇത് വെച്ചിട്ട് സിമ്പിളായിട്ട് അങ്ങ് എഴുതി കൊടുക്കാൻ പറ്റും. കാക്ക കരയുന്ന സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കാക്കയ്ക്ക് വല്ലാത്ത കരച്ചിൽ. അപ്പൊ അതൊക്കെ സെറ്റായിട്ടുണ്ട്. ഞാനാണെങ്കിൽ ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്തിട്ട് പെട്ടെന്ന് വരാം. ഗൈസ്, ഞാൻ ഔട്ട്ഫിറ്റ് ചേഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട്. ഞാൻ ഹെയർ കെട്ടി വെച്ച് കൊടുത്തതാണ്. ഇല്ലെങ്കിൽ അവിടെ എത്തുന്ന വരെ ഒതുങ്ങി നിൽക്കില്ല. ബ്ലഷും കൂടെ ഇടാം. എനിക്ക് ലുക്ക് ഇഷ്ടമായി കേട്ടോ. നല്ല രസമുണ്ട്. കുറച്ചുകൂടെ ബ്ലഷ് ഇടാല്ലേ. ഇനി ഞാൻ ഓവറാണ്. ഓക്കെ ഗൈസ്, ഞാൻ റെഡി. ഇഷ്ടമായോ ഗൈസ്? അങ്ങനെ ഞങ്ങളിതാ പോവുകയാണ്. നമ്മൾ മിംസ് ഹോസ്പിറ്റലിന്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നമ്മളിവിടെ കാറ് പാർക്ക് ചെയ്തിട്ട് ഹോസ്പിറ്റലിലേക്ക് നടക്കുകയാണ്. അർജുന് വിശക്കുന്നതെന്ന് പറഞ്ഞിട്ട് അവനിതാ ഒരു അവിൽ മിൽക്ക് കഴിക്കുകയാണ്. നമ്മൾ ഡോക്ടറെ കാണിച്ച് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. റിസൾട്ട് കിട്ടിയിട്ടില്ല. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് റൂമത്തിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. എങ്ങനെയുണ്ടായിരുന്നു ബിരിയാണി? അവൻ ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. ഞാൻ കഴിച്ചത് ബീഫ്. സൂപ്പർ ഒന്നല്ല. ഇന്നത്തെ റൈസിന് എന്തോ ഒരു മിസ്റ്റേക്ക്. എനിക്കിഷ്ടായി. എനിക്ക് കഴിഞ്ഞ ദിവസം വന്നാലും അടിപൊളിയായിരുന്നു. എനിക്കിഷ്ടായി. ഇന്നത്തെ എനിക്ക് ഇഷ്ടമില്ല. അടിപൊളി. ഡോക്ടറെ കൺസൾട്ടേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോവാണ് ഞങ്ങൾ. ഗൈസ്, ഞങ്ങൾ മെഡിസിൻ വാങ്ങാൻ വന്നൊരു ഫാർമസിയിൽ ക്യൂട്ടായിട്ടുള്ള ഈ ക്ലീൻ ആൻഡ് ക്ലിയറിന്റെ ഭയങ്കര കുട്ടി സൈസ് എനിക്കിഷ്ടമായി. അപ്പം ഞാൻ വാങ്ങി. അർജു, ഇനി എങ്ങോട്ടേക്കാ പോകുന്നത്? ഹൈലൈറ്റ് മാൾ. ഞാൻ കാലിക്കറ്റ് വരാൻ പോകുന്ന ലുലുവിന്റെ ഇത് കണ്ടിട്ടില്ലായിരുന്നു. കണ്ടു ഗൈസ്, നല്ല വലുതാ. Turn left
left toward Mankav Govindpuram Road, then continue straight past NK Bajaj. എന്റെ റിങ് എങ്ങനെയുണ്ട് ഗൈസ്? എന്റെ ടോപ്പ് പോയിട്ട് നല്ല മാച്ച് ആയിട്ടില്ലേ? പണ്ടെപ്പോഴും ഉള്ളത്. അപ്പം നമ്മളിതാ ഹൈലൈറ്റ് മോളില് റീച്ച് ആവാൻ പോവുകയാണ്. അപ്പോൾ നമ്മള് ഹൈലൈറ്റ് മോളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങൾ സിനിമ കാണാന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ കുറേ ലേറ്റ് ആവും. 6:30 ഷോ. അവിടുത്തെ ഒരു തിയേറ്ററില്ലേ, പിന്നെ നമുക്ക് ഭയങ്കര ലക്ഷറി ആയിട്ടുള്ള, അപ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അത് 6:30 ഇപ്പോൾ സമയം 5 ആയതേ ഉള്ളൂ. കുറേ നേരം ഞങ്ങൾ അവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നു. എന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി കല്യാൺ സിൽക്സിലേക്ക് വന്നതാണ്. എനിക്ക് ഇവിടുന്ന് എന്താ നോക്കട്ടെ, ധാവണി നോക്കണം. നമ്മള് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി ഫുഡ് അടിക്കാൻ വേണ്ടിട്ട് എവിടത്തേക്കാ പോകുന്നത്? പേരെന്താണ് ഷോപ്പിന്റെ? ഏതാണ് ഷോപ്പിന്റെ പേര്? പേര് ഓർമ്മയില്ല ഗൈസ്. എന്റെ കസിൻ സൂര്യ ഇല്ലേ, സൂര്യ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അവിടത്തേക്കാണ് പോകുന്നത്. എല്ലാ പ്രാവശ്യവും നാട്ടിൽ വരുമ്പോ, കാലിക്കറ്റ് വരുമ്പോ ഒരു പ്രാവശ്യമെങ്കിലും അവിടെ പോയിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കും. നല്ല അടിപൊളി ഭക്ഷണമാണ്. കാണിച്ചു തരാം കഫേ. ഞങ്ങൾ കുറച്ച് ബുക്സ് വാങ്ങിച്ചാണ്, 2 അവീവ ബുക്സ് വായിക്കും. ഞങ്ങൾക്ക് ആർക്കും ഇല്ലാത്തൊരു ശീലമാണ് ബുക്ക് വായിക്കുന്നത്, പക്ഷെ അവീവൊക്കെ ഉണ്ട്. അപ്പോൾ അവൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളിതാ നേരെ നമ്മളെ കാലിക്കറ്റിലെ വീട്ടിലേക്ക് പോവാണ്. വീട്ടിലെത്തി ഗായ്സ്. ഞാൻ ആകെ ടയേർഡ് ആയിട്ടുണ്ട്. ഞാൻ ഒന്ന് ഫ്രഷ് ആയിട്ട് വരാം. ഫോൺ വെച്ചിട്ട് ഞാൻ ലൈറ്റ് അടിക്കുകയാണ്. അപ്പം ഉറങ്ങാണ്, ഭയങ്കര ടയേർഡ്. രാവിലെ ഇറങ്ങിയല്ലേ. നമുക്ക് നാളെ കാണാം. സാജന പോയിട്ട് പിക്ക് ചെയ്യാം. ഗുഡ് മോർണിംഗ് ഗായ്സ്. നെക്സ്റ്റ് ഡേ ആണ്. നമ്മള് സാജന പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് എയർപോർട്ടിലേക്ക് പോവാണ്. ഞാൻ ഇന്നലെ ഹൈലൈറ്റ് മോളിൽ പോയപ്പോ വെസ്റ്റ് സൈഡ് എന്താ ഈ ഒരു കമ്മലിന്റെ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ. നല്ല 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 ക്വാളിറ്റി പോലെ തോന്നുന്നുണ്ട്. കളറ് ലാസ്റ്റ് ചെയ്താൽ മതിയായിരുന്നു. ഇന്നലെ ഔട്ട്ഫിറ്റിന് മാച്ച് ആയിട്ടുള്ളൊരു കമ്മലിട്ട്, അപ്പോൾ ഇത് ഇന്നിടാനൊന്നുമില്ല. അപ്പം ഞാനിത് എടുത്തിടാന്ന് വിചാരിച്ച് ഈ 2 കൂടെ മിക്സ് ചെയ്തിട്ട്. നമ്മൾ എയർപോർട്ട് എത്തി. അവിടെയാണ്. പക്ഷെ സാജൻ ഇതുവരെ എമിഗ്രേഷൻ കഴിഞ്ഞിട്ടില്ല. അവൻ എത്തിയെന്ന് പറഞ്ഞാൽ വിളിച്ചിട്ട് 1/2 മണിക്കൂർ കഴിഞ്ഞു. അപ്പം എമിഗ്രേഷൻ പോലും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ഒരു ചായയും ഒരു എന്തോ ഒരു സാധനവും വാങ്ങി കഴിക്കുകയാണ്. അപ്പം നമ്മളിതാ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. വെയിറ്റ് ചെയ്യണം. ഭയങ്കര തിരക്കാന്ന് തോന്നുന്നു. കുറേ നേരമായി. 8 മണിക്ക് ഇറങ്ങിയ ഫ്ലൈറ്റാണ്. ഇപ്പം 9:43 പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. 1 അവറിൻ്റെ അടുത്തോളം എമിഗ്രേഷനിൽ നിന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. ഹായ് സാജ. ഞങ്ങളിതാ കൊയിലാണ്ടി കഴിഞ്ഞു. എനിക്ക് കുറച്ചേരം കൂടി അള്ളും വീട്ടിലേക്ക്. അപ്പോഴും ഭയങ്കര മഴ പെയ്യുന്നു. എന്ത് രസാന്നറിയോ. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലെത്തിയിരിക്കുന്നു. 1.5 വർഷം, ഓൾമോസ്റ്റ് 2 വർഷത്തിന് ശേഷമാണ് സാജൻ വീട്ടിലേക്ക് വരുന്നത്. ഞങ്ങളെല്ലാവരും സാജനെ കണ്ടിട്ടുണ്ട്. ഞാൻ പിന്നെ അവിടെ തന്നെയാണല്ലോ. അമ്മയൊക്കെ 2 months മുന്നേ കണ്ടതാണ്. പക്ഷെ അമ്മമ്മയും അവീവിയാണ് സാജനെ കാണാത്തത്.
അമ്മ സാജൻ വരുന്നത് കൊണ്ട് നല്ല അടിപൊളി ബിരിയാണിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പരാതിയും പരിഭവവും പറഞ്ഞപ്പോൾ എനിക്കിപ്പം ചോറെടുത്ത് തരുമെന്ന്. കേസിലിടമ്മേ സാജനുള്ളൂ. ഞാൻ ചോറ് കഴിക്കട്ടെ. ഞാൻ ഇന്നലെ കല്യാണം വാങ്ങിച്ച സാധനങ്ങൾ കാണിച്ചു തന്നില്ലല്ലോ. ഇത് ഞാൻ അമ്മയ്ക്ക് വാങ്ങിയതാണ് കേട്ടോ. അമ്മയ്ക്ക് ഇങ്ങനത്തെ ഒരു ഭയങ്കര സോഫ്റ്റ്, ഇങ്ങനെ എന്താ പറയാൻ അറിയില്ല, അങ്ങനത്തെ ഒരു ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഭയങ്കര കംഫർട്ടബിളായിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. റേറ്റ് ഭയങ്കര കുറവാണ്. അങ്ങനത്തെ സാരീസ് വാങ്ങിച്ചതാണ് 2 കളറിൽ. എനിക്ക് നല്ലോണം ഇഷ്ടമായിട്ടോ. എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഈ പച്ചയാണ്. പിന്നെ ഇത് അർജുൻ്റെ അമ്മയ്ക്ക് വാങ്ങിയൊരു ചുരിദാറിൻ്റെ പീസാണ്. പിന്നെ അർജുൻ്റെ അമ്മമ്മയ്ക്ക് ഡെയിലി വെയറിന് വാങ്ങിച്ചൊരു സാരിയാണത്. പിന്നെ എൻ്റെത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിനു മുമ്പ് നമുക്ക് അമ്മമ്മയ്ക്ക് വാങ്ങിച്ചത് കാണിച്ചു തരാം. ഇതാണ് ഞാൻ അമ്മമ്മയ്ക്ക് വാങ്ങിയ സാരി. ഒരു ത്രെഡ് വർക്കൊക്കെ വരുന്നതാണ്. എനിക്ക് ഇതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. അമ്മമ്മയ്ക്ക് ഇഷ്ടമായിക്കോ? ഇഷ്ടമാക്കി? അമ്മമ്മ എന്നാ വായിക്കുന്നത്? വായിക്കുന്ന ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ധാവണിയാണ് കേട്ടോ. അപ്പോൾ 2 ധാവണിയാണ് ഞാൻ വാങ്ങിച്ചത്. ഒന്ന് റെഡല്ല, ഇതൊരു പ്യുവർ റെഡല്ല, ഇത് നമ്മളെ ഇതില്ലേ മജന്ത കളറാണ്. ഇതിനെന്താ കളർ പറയുക, ആ ഒരു കളറിലും ഗ്രീനിലുമാണ് വരുന്നത്. ഇതും അതേപോലെ തന്നെ ഒരുമാതിരി ഒരു നീലപ്പച്ച കളറിലും പിന്നെ ഡാർക്ക്, ഇത് മെറൂൺ അല്ലേ ഷെയ്ഡ്, ഇത് മെറൂൺ അല്ലേ, ഇതേതാ ഗ്രേപ്പ് കളറിൽ വരുന്ന ഒരു ഷെയ്ഡിൽ വരുന്ന ധാവണിയാണ്. ഇതിനെ എനിക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് സെമി സ്റ്റിച്ചാണ്. ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യണം ഇതിൻ്റെ തന്നെ. അപ്പോൾ കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്ന് സെറ്റിലായിട്ടുണ്ട്. ഭക്ഷണം കഴിച്ച് നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ച സാരികളൊക്കെ കാണിച്ചു തന്നില്ലേ. അപ്പോൾ ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയും ഡെയിലി വീഡിയോസ് എടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്കിനി അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ടാറ്റാ ബൈ.